നമസ്കാരം. കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെയുള്ള കഥ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് തോന്നുമാറ് കുറേ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് ഭരിച്ചിരുന്നവർ കാണാത്ത വലിയ വികസനങ്ങൾ ലോകത്തിന് മുന്നിൽ എടുത്തു വെച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്ത്യയുടെ ഭൂപടം തന്നെ, ഇന്റേണൽ മാപ്സ് തന്നെ മാറ്റി വരയ്ക്കാൻ തക്കവണ്ണം വലിയ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഒരു തർക്കമില്ല കാര്യത്തിൽ. ആ കാര്യത്തിൽ ഈ സർക്കാരിനൊപ്പമാണ് ഞാനും. പക്ഷേ മറ്റൊരു കുഴപ്പമുള്ളത്, ഈ രാജ്യത്തിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രമൊക്കെ മാറ്റിമറിക്കുകയാണ്. എന്താണോ അവരുടെ അജണ്ട, ആ അജണ്ടയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥ ചരിത്രം മാറ്റിമറിച്ച് വെറും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക്, ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു മത രാഷ്ട്രീയത്തിലേക്കാണ്. ഹിന്ദു എന്ന് പറയുമ്പോൾ ഞാനും ഹിന്ദുവാണ്, മറ്റുള്ളവർ ഹിന്ദുവാണ്, എല്ലാവരും ഹിന്ദുവാണ്, ഹിന്ദുസ്ഥാനിലെ മുഴുവൻ ഹിന്ദുക്കളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതേസമയം ഒരു ഹിന്ദു മതക്കാർ മാത്രം മതി എന്ന നിലയൊരു വർഗീയ ചിന്താഗതിയോടുകൂടി ഇവിടെ എന്തൊക്കെയോ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കുമുണ്ട്. ചില നിയമങ്ങൾ നടപ്പിലാക്കുന്നതോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പല സർക്കാരും പല നിലപാടുകൾ എടുക്കുന്നതോ ഒക്കെ ഉദാഹരണമാണ്. അത് മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രം, പുതിയ ചില ചരിത്രങ്ങൾ എഴുതി കുറിച്ച് മാറ്റിവെക്കുന്നുണ്ട്. യഥാർത്ഥ ചരിത്രം മാറ്റിയിട്ട്, അതായത് മുസ്ലിം നാമധാരികളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വെട്ടിനിരത്തി അതിനെ ഒരു നെഗറ്റീവ് അങ്ങോട്ട് ചാർത്തി, അല്ലെങ്കിൽ പുതിയൊരു കഥ ഇവർ തന്നെ എഴുതി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഒരു പുതിയൊരു ഹൈന്ദവ ചരിത്രം എഴുതി ഉണ്ടാക്കി വെക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് കെ സുരേന്ദ്രൻ ഇട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാൻ അതിലേക്ക് വരാം. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് എടുത്തു പരിശോധിച്ചാൽ കാണാൻ പറ്റും. സത്യത്തിൽ ഇന്ത്യ എന്ന ഈ മഹാരാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയെ പോലെ തന്നെ കഴിവും പ്രാപ്തിയുമുള്ള അതേ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ് എന്നും ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത് പോലെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്നും കൂടി ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭരണത്തെ നമുക്ക് നല്ലത് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല. ഒരു വശം മാത്രമാണ്, മറുവശം ഇരുളടഞ്ഞതാണ്. പുതിയ ചരിത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണം, ഇപ്പോൾ കെ സുരേന്ദ്രൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഫ്രീഡം ക്വിസിൻ്റെ പേരിൽ കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകൻ ഗുരുപ്രസാദിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാലം, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് BD സവർക്കർ ആണെന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. വീർ സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനി അല്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ദീർഘകാലം അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു എന്ന കാര്യവും ആരും നിഷേധിക്കുന്നുമില്ല. ആകെ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസും ഇടതു ജിഹാദികളും ഉന്നയിച്ച ഏക ആക്ഷേപം അദ്ദേഹം ജയിലിൽ നിന്നിറങ്ങാൻ ബ്രിട്ടീഷുകാരോട് മാപ്പപേക്ഷിച്ചു എന്നത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ അടുത്ത കാലത്ത് ഈ വിഷയത്തിൽ പറഞ്ഞത് ജയിൽ പുള്ളികളും ജാമ്യം തേടുന്നവരും സാധാരണ സ്വീകരിക്കുന്ന നടപടിക്രമം മാത്രമാണ് അതെന്നുള്ളതാണ്. അതെന്തായാലും അദ്ദേഹത്തിന് മേൽ ചാർത്തപ്പെട്ട മാപ്പപേക്ഷ ഇപ്പോഴും തർക്ക വിഷയമാണ്. അതെന്തായാലും അദ്ദേഹം ഒരായുസ് മുഴുവൻ ജയിലിൽ കിടന്നു എന്നതും കിടന്നത് മോഷണ കുറ്റത്തിനല്ല എന്നതും ആർക്കും നിഷേധിക്കാനാവാത്ത ചരിത്ര വസ്തുതയാണ്. ഗുരുപ്രസാദ് മാസ്റ്ററെ ഈ സർക്കാരിന് ഒരു ചുക്കും ചെയ്യാനാവില്ല. ഏത് കോടതിയിലും അദ്ദേഹത്തിന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാകും. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പലിശ സഹിതം അദ്ദേഹത്തിന് കിട്ടും. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും. വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർ തോറ്റു തുന്നം പാടും, കാത്തിരുന്ന് കാണാം. ഇവിടെ കെ സുരേന്ദ്രനൊരു വലിയ തെറ്റ് പറ്റിയെന്ന് പറയാം. കെ സുരേന്ദ്രൻ ചരിത്രം അറിയില്ല. BJP, സംഘപരിവാർ, RSS ഇവരൊക്കെ എന്തെങ്കിലും പുതിയ ചരിത്രം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ പുതിയ ചരിത്രം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പലപ്പോഴും പലരെയും വെട്ടാൻ ശ്രമിച്ചത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഈ സർക്കാരിനും അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ ചരിത്രം എഴുതി വെക്കാനുണ്ടെങ്കിൽ കോടതികൾ ചിലപ്പോൾ ആ ചരിത്രം അംഗീകരിച്ചോളുന്നില്ല. അവരതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എടുത്തു വെച്ചിട്ടാണ് സംസാരിക്കുക. ഇവിടെ മാഷ്, അതായത് ഈ ഫ്രീഡം ക്വിസിൻ്റെ പേരിൽ ഗുരുപ്രസാദ് മാഷ് ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് ആര് എന്നതിന് ഉത്തരമായി വീർ സവർക്കറെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തികച്ചും വർഗീയ പരാമർശം തന്നെയാണ്. വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണ്. കാരണം അദ്ദേഹമല്ല, വീർ സവർക്കർ അല്ല ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യ സമര വേളയിൽ ജയിലിൽ കിടന്നിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചവരുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം
ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം സവർക്കർ അല്ലാത്തത് കൊണ്ട് സവർക്കർ എന്ന ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം വേറെയാണ് എന്നാണ് പറയാനുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുള്ള ഒരു 5 പേരുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനി BJP അധികാരത്തിൽ വന്ന ശേഷം സ്വാതന്ത്ര്യ സമര ചരിത്രം മാറ്റി എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ സവർക്കർ 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടോ എന്നും അറിയില്ല. യഥാർത്ഥ ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള പ്രമുഖരായിട്ടുള്ള 5 പേരെ ഞാൻ മുന്നോട്ട് വെച്ചുതരാം. അതിൽ 1-ാമത്തെ സ്ഥാനം ബാബാ സോഹൻ സിംഗ് ഭക്ന എന്ന് പറയുന്ന ആ ഒരു മഹാനാണ്. ഏകദേശം 16 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. ഒരുപക്ഷെ ഒന്ന് സെർച്ച് ചെയ്താൽ, ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒരുപക്ഷെ കണ്ടെത്താൻ പറ്റും. K. സുരേന്ദ്രനും അത് കണ്ടെത്താൻ പറ്റും. ഗദ്ദർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള ഈ ബാബാ സോഹൻ അന്തമാൻ സെല്ലുലാർ ജയിലിലടക്കം 16 വർഷത്തോളം ബ്രിട്ടീഷുകാരുടെ തടവറയിൽ കഴിഞ്ഞു എന്നുള്ള ചരിത്രം ആണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജയിലിൽ കിടന്നിട്ടുള്ളത്. ഇനി 2-ാമത്തെ വ്യക്തി എടുക്കുകയാണെങ്കിൽ അതൊരു മുസ്ലിമാണ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അറിയാമല്ലോ ആരാണെന്നുള്ളത്. അതിർത്തി ഗാന്ധി എന്ന് ഇന്നും അറിയപ്പെടുന്ന ചരിത്രമുള്ള വ്യക്തി. 15 വർഷമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. അതായത് 10-15 വർഷം കടന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാത്രം 15 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചു. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കീഴിൽ 15 വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു മനസ്സിലാക്കണം. അതായത് മൊത്തം 30 വർഷം കിടന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടവെട്ടിയതാ. പിന്നീടല്ലേ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആകുന്നേ. ഇവിടെ സവർക്കറിന് 3-ാം സ്ഥാനമേ ഉള്ളൂ. VD സവർക്കർ എന്ന വീർ സവർക്കർ ഏകദേശം 13 വർഷമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കഴിഞ്ഞത്. അതായത് ബ്രിട്ടീഷ് ഭരണകൂടം ഇരട്ട ജീവപര്യന്തം വിധിച്ചതിനെ തുടർന്നിട്ടാണ് ആന്തമാൻ സെല്ലുലാർ ജയിലിൽ അല്ലെങ്കിൽ രത്നഗിരിയിലൊക്കെ ആയിട്ട് 13 വർഷത്തോളം നേരിട്ടുള്ള തടവ് ശിക്ഷ അദ്ദേഹം അനുഭവിച്ചത്. 1937 വരെ വീട്ടുതടങ്കലിലും നിയന്ത്രണങ്ങളിലൊക്കെ ആയിരുന്നു അദ്ദേഹം. അത് മനസ്സിലാക്കണം. അതായത് 3-ാം സ്ഥാനമാണ്. അതായത് ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും VD സവർക്കർ അല്ല, ബാബാ സോഹൻ സിംഗ് ഭക്ന എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വീർ സവർക്കർ എന്ന ഒരു പേര് അവിടെ എടുത്തു വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹമാണ് ജയിലിൽ കിടന്നത് എന്ന് പുതിയ കഥ രചിച്ചിട്ടുണ്ടെങ്കിൽ ആ പുതിയ കഥ തെറ്റാണ്. അത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് മറ്റെന്തോ ഉദ്ദേശത്താൽ തന്നെയാണ്. അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാര്യം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ 100% അത് ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പഠിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇനി 4-ാമത്തെ സ്ഥാനം ജവഹർലാൽ നെഹ്റുവാണ്. ഏകദേശം 9 വർഷമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. 3259 ദിവസങ്ങൾ. സ്വാതന്ത്ര്യ സമര കാലയളവിൽ 9 വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് ആകെ 9 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് പൂർണ്ണമായിട്ടും ശരി. ഇനി 5-ാം സ്ഥാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, നമ്മുടെ മഹാത്മാഗാന്ധി. ഏകദേശം 6 വർഷത്തിലധികം, അതായത് 2339 ദിവസങ്ങൾ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 13 തവണയായിട്ട് ആകെ 6 വർഷത്തിലേറെ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇതാണ് ചരിത്രം. ഒരുപക്ഷെ സംഘപരിവാർ എഴുതി ചേർത്തിട്ടുള്ള ചരിത്രത്തിൽ വീർ സവർക്കർ ചിലപ്പോൾ 1-ാം സ്ഥാനത്തേക്ക് ഉണ്ടാകാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് കഥകൾ മാറ്റി എഴുതിയിട്ടുണ്ട്. അങ്ങനെ മാറ്റി എഴുതിയ ചരിത്രപ്രകാരം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് നമ്മൾ സമ്മതിക്കാം. പക്ഷേ അത് ചരിത്രമല്ല, നുണ, പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതാണ്. പച്ചക്കള്ളം തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി യഥാർത്ഥ ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് പുതിയ ചരിത്രം ഈ ജനതയെ പഠിപ്പിക്കുന്നത് തെറ്റാണ്. അതിനെ ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. Different angles. Don't forget to subscribe and support this channel.